ഹലോ എല്ലാവർക്കും അഡ്വാൻസ് മെറി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈസ്തറ്റിക് പുൽക്കൂടിൻ്റെ ഐഡിയാണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് നാളായി ഞാൻ ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം. അതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു 25 രൂപ 30 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഫ്ലെക്സ് ഷോപ്പിൽ നിന്ന് ഇതുപോലെ ഗ്ലോസി ഷീറ്റിൽ 300 GSM ഇതുപോലെ പ്രിൻ്റ് എടുക്കാൻ പറ്റും. നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഇമേജ് ഡൗൺലോഡ് ചെയ്ത് ഗാലറിയിൽ ഇട്ടതിന് ശേഷം അതൊന്ന് A3 അതായത് ക്യാൻവ എടുത്ത് A3 ഷീറ്റിൽ അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. മാക്സിമം 300 GSM ഗ്ലോസി ഷീറ്റിൽ തന്നെ പ്രിൻ്റ് എടുക്കുക, എങ്കിലേ കട്ടിയുള്ളതായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൽ ഓരോന്നും കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒന്നിലധികം ഇമേജസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ചെറുതും വലുതുമായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഏതാണ് നമുക്ക് ആവശ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. ഇനി ഇതുപോലെ സൈഡ്സൊക്കെ ഒന്ന് വൃത്തിയായിട്ട് നീറ്റായിട്ട് ഓരോന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ആവശ്യമുള്ള ഏതാണ്. അപ്പോൾ എപ്പോഴും പ്രിൻ്റ് എടുക്കുമ്പോൾ ഒന്നിൽ അധികം പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കുക. അഥവാ ഒരെണ്ണം ചീത്തയായ പോലെ നമുക്ക് വീണ്ടും അത് യൂസ് ചെയ്യാമല്ലോ അടുത്ത പ്രിൻ്റ് എടുത്തപ്പോൾ. ഇതുപോലെ ഞാൻ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ വെക്കാനുള്ള ഇമേജസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജസ് എടുക്കാം കേട്ടോ. എനിക്ക് പിൻട്രസ്റ്റിൽ എനിക്ക് ഈ ഇമേജസ് ആണ് കേട്ടോ ഇഷ്ടമായത്. അപ്പോൾ അത് ഞാൻ നീറ്റായിട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ അതുപോലെ നേരത്തെ പറഞ്ഞ ആ ഒരു ടിപ്പ് കൂടെ ഫോളോ ചെയ്യുക. ഒന്നിലധികം പ്രിൻ്റ് നമ്മൾ എടുക്കുക. ഇതുപോലെ എല്ലാം നമ്മൾ നീറ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലുള്ള മിനിമൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഒരുപാട് പേരെയൊന്നും വെക്കാത്തത്. ഇനി നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. കാർഡ്ബോർഡ് പീസ് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന രീതിയിൽ, അതായത് ബാക്ക്ഗ്രൗണ്ടിൻ്റെ അകത്ത് നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. ഒന്ന് വെച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് സൈസ് വേണോ, അതായത് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് എടുക്കുന്നതിൻ്റെ അളവിൽ ആ കാർഡ്ബോർഡ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം അതിലേക്ക് വെച്ചിട്ട് ഈ കാണിക്കുന്ന പോലെ തന്നെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഞാൻ അതിനുശേഷം കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് ഒരു ജനൽ പോലെ, അതായത് നമുക്ക് ആ ഒരു പുറത്തുള്ള ബാക്ക്ഗ്രൗണ്ട് കാണുന്ന രീതിയിൽ അവിടെ ഇതുപോലെ ഒരു ഓപ്പണിങ് ഇതുപോലെ നമ്മുടെ ആ ഒരു കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ആ ഒരു ഓപ്പണിങ് വെക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ആകുമ്പം ബ്ലൈഡ് വെച്ചിട്ടാകുമ്പം നന്നായിട്ട് കട്ട് ചെയ്ത് കിട്ടും. ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ താഴ്ഭാഗം കുറച്ചൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എങ്കിലേ ആ ഒരു സ്റ്റാറില്ലേ അത് അതിൻ്റെ ആ ഒരു ഉള്ളിൽ കൂടെ നമുക്ക് കാണുന്ന രീതിയിൽ വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഇതിൻ്റെ വീഡിയോ വിട്ടുപോയിട്ട് ഇത് ഒട്ടിക്കുന്ന വീഡിയോ ഇതുപോലെ ഒരു ബ്രൗൺ ഷീറ്റ് ഇതുപോലെ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേൽക്കൂര പോലെ ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറക്റ്റായിട്ട് തന്നെ അളന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇവിടെ ഗമ്മ്, ഞാനിവിടെ 5000 B7000 ഗമ്മാണ് യൂസ് ചെയ്യുന്നത്. ഫെവി ബോണ്ട് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഇത് ഒട്ടുന്നതാണ്. കുറച്ച് സമയം നമ്മളൊന്ന് പിടിച്ച് നിൽക്കണം കേട്ടോ, എങ്കിലേ അത് കറക്റ്റായിട്ടൊന്ന് ഒട്ടിക്കിട്ടും. കറക്റ്റായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ വീണ്ടും വലിച്ചെടുത്ത് അതിനൊരു റിസ്ക് ഇല്ല. നമ്മൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് ഒട്ടിക്കുക. അപ്പോൾ കറക്റ്റ് നീറ്റായിട്ട് തന്നെ നമുക്കത് കിട്ടും. ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ടോ. ഇനി നമുക്കിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് നോക്കാം. നമുക്കിതുപോലെ 2 സൈഡിൽ വയ്ക്കാനുള്ള സെറ്റപ്പൊക്കെ വേണേ. നമുക്ക് ഇനി നെക്സ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ 2 തൂൺ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലേക്ക് വെക്കാനായിട്ട് 2 തൂൺ ഇതുപോലെ കാർഡ്ബോർഡ് പേപ്പർ എടുത്ത് റോൾ ചെയ്തിട്ടാണ് ഇതുപോലെ അളന്ന് നോക്കിയിട്ട് നമ്മൾ 2 എണ്ണം ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. എത്രയെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തുണ്ടാക്കുന്ന ഓരോ സാധനത്തിനും അതിൻ്റേതായ ഒരു സന്തോഷവും വാല്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ ചെയ്തെടുത്ത് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എന്ത് സാധനം ആയിക്കോട്ടെ അത് മറ്റൊരാൾ വന്ന് കണ്ട് നമ്മളടുത്ത് അടിപൊളിയാണ് അല്ലെങ്കിൽ ഓക്കെ ആണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. ഇത് നമ്മളെ ഇപ്പോൾ ഒരു ക്രിസ്മസ് ടൈമും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ടൊരു പുൽക്കൂട് സെറ്റ് ചെയ്താൽ എന്തായാലും ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ നമുക്ക് അഭിപ്രായം പറയും ഇല്ലേ. അപ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവം ആകുമ്പോഴത്തേക്കും അത് ഒരുപാട് വലുതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അപ്പുറത്തെ സൈഡ് നമ്മൾ ഇതുപോലെ നീറ്റായിട്ട് സെറ്റ് ചെയ്യുക. കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഏകദേശമൊക്കെ ഒന്ന് സെറ്റ് ആവും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഇതിൻ്റെ ബാലൻസ് ഉണ്ട്, അത് നമുക്ക് ഇൻസൈഡിൽ വെക്കാനാണ്. പുൽക്കൂട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വൈക്കോലിൻ്റെ ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ചെയ്തത്. എന്നിട്ട് ഇതുപോലെ വെളിയിലും ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്യാപ്പുള്ള ഒരു ഭാഗത്തും കൂടെ ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഒട്ടിച്ച് വെക്കുക. ഒട്ടിച്ച് വെക്കുമ്പോഴേ അതിൻ്റെ ഒരു കറക്റ്റ് ഫീല് കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമുക്കിതെല്ലാം കറക്റ്റായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് ഗമ്മൊക്കെ തേച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം.
അപ്പോൾ അതിന് ഉണങ്ങട്ടെ. ഇനി നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ പിക്കിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ഫെയറി ലൈറ്റ് എടുക്കുക. ഫെയറി ലൈറ്റ് എടുത്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഫസ്റ്റ് അത് വർക്കിംഗ് ആണോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ 2-3 ഉണ്ട്, അതിൽ കുറേ ഒന്നും വർക്കാവില്ല, ഏതോ 1-2 മാത്രമേ വർക്കാവുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കറക്റ്റായിട്ട് നമ്മൾ അഴിച്ച് പിരുത്ത് കറക്റ്റായിട്ട് എടുക്കുക. ഇനി നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് എടുത്തില്ല, അതിൽ ആ സ്റ്റാർസ് ഇല്ലേ അതിലെല്ലാത്തിലും ഓരോ കുഞ്ഞു ഹോൾസ് ഇടുക. ഞാൻ കത്രിക വെച്ചിട്ടാണ് ഇടുന്നത്. പഞ്ചിങ് മെഷീൻ ഇട്ട് ചിലപ്പോൾ അത് വലിയതായി പോകും, അതുകൊണ്ടാണ് ഇതുപോലെ കുഞ്ഞു ഹോൾസ് ഫസ്റ്റ് നമ്മൾ ഇടുക. ഒന്നിലധികം ആ ഒരു സ്റ്റാർസ് ഇല്ലേ ആ ബാക്ക്ഗ്രൗണ്ടിലെ സ്റ്റാർസിൽ ഒന്നിലധികത്തിൽ ഇതുപോലെ ഡോട്ടിട്ട് ഫുള്ളും ഒന്ന് എല്ലാത്തിലും ഇടണ്ട, അറ്റ്ലീസ്റ്റ് ഒരു 10 അല്ലെങ്കിൽ ഒരു 12 ഇതുപോലെ ഡോട്ടൊക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി സെറ്റ് ചെയ്തെടുത്തതിന് ശേഷമുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫെയറി ലൈറ്റ് എടുത്തിട്ട് ഓരോന്നിൻ്റെ ഇൻസൈഡ് ഓരോന്നിൻ്റെ ഉള്ളിലേക്കും ഇതുപോലെ ഒന്ന് വെച്ച് കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ തന്നെ എല്ലാത്തിലും കണ്ടോ. അപ്പോൾ നല്ലൊരു ഭംഗിയില്ല, ഒരു സ്റ്റാർ ഇങ്ങനെ മിന്നി നിൽക്കുന്ന ഒരു ഫീലുണ്ട്. അപ്പോൾ അത് നമ്മൾ എല്ലാത്തിലും നമ്മൾ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി കൊടുക്കാം. നമ്മളിതാ ഫുള്ളും ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു പുൽക്കൂട് ഇതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അറിയാലോ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്, നമ്മൾ ഡബിൾ സാരി ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ ഡബിൾ സാരി ടേപ്പ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്കൊന്ന് വെച്ച് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് കറക്റ്റായിട്ട് ഞാൻ താഴെയും ഇതുപോലെ ടേപ്പ് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ഒട്ടിക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ ഇത് പേപ്പറാണ്, ഗ്ലൗസി ഷീറ്റ് ആയതുകൊണ്ട് ചില ഡബിൾ സെറ്റപ്പ് ഇളകി വരും, ചിലത് ഒട്ടിപ്പോയാൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. ലൈറ്റ് ഇടുമ്പോൾ ഇതുപോലെ ഇരിക്കുകയെ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മുടെ ഈ രൂപങ്ങളെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. നമ്മുടെ ആ പ്രിൻസ് എല്ലാം ഡബിൾ സൈഡ് ടേപ്പ് യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ഉണ്ണീശുവിനെയും മാതാവിനെയും ഔസേപ്പിതാവിനെയും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് നമ്മളുടെ ഒരു പശുക്കുട്ടി, ഉറങ്ങുന്ന ഒരു പശുക്കുട്ടീനെ ഇതുപോലെ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ടാണ് അവിടെ ഒന്ന് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ചെമ്മരിയാടും ഉണ്ട്, ഒരു കൈടക്കുട്ടീനും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരെയും കൂടെ ഇതുപോലെ ഒന്ന് സൈഡിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട്. എന്തോ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ മനസ്സിൽ എങ്ങനെ കണ്ടു അതുപോലെ തന്നെ എനിക്ക് കിട്ടി. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തൊക്കെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നോക്കൂ എന്ത് രസമാണ് കാണാനല്ലേ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ലൈറ്റൊക്കെ ഇട്ട് ഒന്ന് എങ്ങനെ ഉണ്ടാകുന്ന നോക്കാം കേട്ടോ. അതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കാണാവേ. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.